കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. ബജറ്റ് എങ്ങനെയാണ് നോക്കുകയാണത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു പറയാനൊന്നുമില്ല. ബജറ്റിൽ കേരളം മുന്നോട്ട് വെച്ച പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ധനകാര്യമന്ത്രിയെ ഈ പ്രസംഗം കഴിഞ്ഞിറങ്ങി പുറത്തു വന്നപ്പോൾ കണ്ടപ്പോൾ കേരളത്തെ പാടെ അവഗണിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഷ്രിമ്പിൻ്റെ കാര്യമുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ചെമ്മീൻ കയറ്റുമതിക്ക് ചില ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തിന് വേണ്ടി വേറൊന്നും ചെയ്തിട്ടില്ല എന്നും ധനകാര്യമന്ത്രി തന്നെ സമ്മതിച്ചു. ഷ്രിമ്പ് മാത്രമല്ലല്ലോ കേരളത്തിൻ്റെ ആവശ്യം. നല്ല കാര്യം, കയറ്റുമതിക്ക് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്തെങ്കിലും സഹായം കേരളത്തിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട രണ്ട് പദ്ധതി, എയിംസിൻ്റെ കാര്യമുണ്ടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് മെഡിക്കൽ ഡിവൈസസ് പാർക്കുണ്ട്, അതുപോലെ തന്നെ കൊച്ചിൻ ഗ്ലോബൽ സിറ്റി, രണ്ട് വലിയ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് ഈ ഗ്ലോബൽ സിറ്റി നെറ്റ്വർക്ക് എന്നുള്ളത്. അതിൽ ഒരു തീരുമാനവും പ്രത്യേകിച്ചൊരു പ്രഖ്യാപനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര കണ്ടെയ്നർ ടെർമിനൽ അത് ഇന്ത്യക്കാകമാനം പ്രയോജനം വലിയൊരു പദ്ധതിയാണ്. അതിനൊരു സ്പെഷ്യൽ അസിസ്റ്റൻസ് 5000 കോടി രൂപയുടെ കേരളം ചോദിച്ചിരുന്നു. ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നമ്മുടെ വായ്പാ ലിമിറ്റ് അത് GDP-യുടെ 3.5% ഉയർത്തണം സാമ്പത്തിക പ്രതിസന്ധി കരകയറാൻ എന്നുള്ള കേരളത്തിൻ്റെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല. അത് പൊതുവിൽ വേണമെങ്കിൽ സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ 3.5% വരെ കടമെടുക്കാമെന്നുള്ളൊരു പ്രഖ്യാപനം വേണമെങ്കിൽ നടത്താമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പിന്നെ ഒരു ഇതായിരുന്നു GST റവന്യൂ ഷെയറിങ്. അതിപ്പോൾ 50-50 ആണ്. അത് 60-40 ആക്കണം എന്ന് കേരളം ആവശ്യം ഉന്നയിച്ചിരുന്നു. ഒന്നും അത് സംബന്ധിച്ച് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പ്രത്യേക ആനുകൂല്യവും നൽകാത്തൊരു ബജറ്റാണിത് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. റബ്ബർ കർഷകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ഒന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ലല്ലോ. റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യം നമുക്കൊരു ന്യായവില ലഭിക്കണം. അതുപോലെ തന്നെ റബ്ബർ കൃഷി നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾക്കൊന്നും ഒരു പരിഗണനയും ഉണ്ടായിട്ടില്ല. റബ്ബർ ബോർഡിന് എന്തെങ്കിലും വകയിരുത്തിയിട്ടുണ്ടാകും. അത് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാനുള്ളത് കഴിച്ചാൽ കൃഷിക്ക് വേണ്ടി പ്രത്യേകിച്ച് സാധാരണയായി ഒന്നും കാണാറില്ല. ഈ പ്രാവശ്യം അത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും നൽകിയിരിക്കുന്ന പദ്ധതി ആന്ധ്രാപ്രദേശിന് പ്രത്യേകമായ പരിഗണന കൊടുത്തിട്ടുണ്ട്. അത് കാര്യം വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ബജറ്റ് എന്നുള്ളതിനപ്പുറം ഇതിനെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി, സംസ്ഥാനങ്ങളുടെ പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കുക തുടങ്ങിയ കാഴ്ചപ്പാടൊന്നും ഈ ബജറ്റിലില്ല. ഇത് തികച്ചും ഒരു രാഷ്ട്രീയ ബജറ്റായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയൊന്നും രക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു പ്രഖ്യാപനവും ബജറ്റിൽ കേട്ടില്ല. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ പരിശോധിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്നുള്ളത് പരിശോധിച്ച് നോക്കണം. ബജറ്റ് പ്രസംഗത്തിൽ അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കേരളം നിരാശ എന്ന് പറയേണ്ടി വരും എന്ന് തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം നിരാശാജനകം തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശകരമായ ബജറ്റാണ് വന്നിരിക്കുന്നത് എന്നാണ് ഫ്രാൻസിസ് ജോർജ് എം പി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ അടക്കം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും വേണ്ട ഒരു ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഈ ബജറ്റ് ഉണ്ടായിട്ടില്ല എന്ന വിമർശനം കേരളത്തിലെ എം പിമാരുടെ ഭാഗത്ത് ഉണ്ടാവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് കർണ പ്രസിഡന്റിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.